بسم الله الرحمن الرحيم ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله وهو حسبه إلى آخر الآيات പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل فقد قال رسول الله صلى الله عليه وسلم من يعتمد على ماله قل ومن يعتمد على أهله ضل ومن يعتمد على جاهه ذل ومن يعتمد على الله لا كلا ولا ضل ولا ضل إلى آخر الحديث شفيعنا رسول الله അകദാരിൽ സ്വപ്നം വിടരും റൗള തന്നിലുറങ്ങും പ്രവാചകരെ മദീനത്തെ മാടപ്പിറാവുകളെ പാറിപ്പറക്കും മീനാരമിലെ അഹദോന്റെ ദീനിൽ അണഞ്ഞവരാ അറിവിനായി എണ്ണം കേഴുന്നവരാ അഹദേ നിന്നാശ്രയം തന്നിടണേ അരുതാത്തതൊന്നും വിധിച്ചിടലേ യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വസിഅൽ കറമി മുഹമ്മദ് അല്ലാഹുവിന്റെ അതിനായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ വെള്ളിയാഴ്ച നാം ഇവിടെ ഒരുമിച്ച് കൂടി ഇതുപോലെ അല്ലാഹുവിന്റെ അനുഗ്രഹീത സ്വർഗ്ഗത്തിലും നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും അല്ലാഹുവിന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് അല്ലാഹുവേ നീ പൊറുക്കണ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണം അല്ലാഹ്. അവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗ്ഗമാക്കണം അല്ലാഹ്. അല്ലാഹുവേ നാളെ ഞങ്ങളുടെയും അവരെയും നിന്റെ ഹബീബിന്റെ ചാരത്തണയുന്ന മുത്തഖീങ്ങളിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ത്യ രാജ്യം അതിന്റെ 79ാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും അനുഗ്രഹിച്ച ഒരുപാട് രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. പല നാടുകളിലും അല്ലാഹു തആല അനുഗ്രഹം ചെയ്തിരിക്കുന്നത് പല നിലക്കാണ്. ഒരു രാജ്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ രാജ്യത്ത് 23 മണിക്കൂർ പകലാണ്. 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിന്റെ 23 മണിക്കൂർ പകലായ എന്താ പ്രത്യേകത? എന്തെങ്കിലും പ്രത്യേകത? കച്ചവടം ചെയ്യുന്നവർക്ക് വളരെ ഹാപ്പിയാണ്. കാരണം രാവിലെ തൊട്ട് 23 മണിക്കൂർ ചായക്കടയും പീടിക്കടയും തുറന്നു വെച്ചുകൊണ്ടിരിക്കുക അല്ലേ? മറ്റ് ബിസിനസ് മറ്റ് കൂലിപ്പണിക്കാർക്കാണ് ഇടങ്ങേറ്. ലോകത്തെ എവിടെ പള്ളിപ്പള്ളിന്നോളെന്നാലും കോഴിക്ക് ഇടങ്ങേറെന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള നാട്ടിൽ നോമ്പനുഷ്ഠിച്ചവന്റെ കാര്യങ്ങളൊന്നും ഓർത്തു നോക്കി. 23 മണിക്കൂർ പകലുള്ള ഒരു രാജ്യത്ത് നോമ്പനുഷ്ഠിച്ചവന്റെ പ്രതിഫലം 23 മണിക്കൂറും അവന് നോമ്പായിരിക്കും അല്ലേ? ഓരോ നാടിനെയും അല്ലാഹു തആല വ്യത്യസ്തങ്ങളായ രീതിയിലാണ് അനുഗ്രഹിച്ചിരിക്കുന്നത്. നമ്മൾ ആരും ചിന്തിക്കും പോലെയല്ല. നമ്മൾ വിചാരിക്കും പടച്ചവൻ 23 മണിക്കൂർ ആ രാജ്യത്ത് എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനെ പകൽ കൊടുക്കുന്നത്? എന്റെ ആവശ്യം പക്ഷെ അതിലും അല്ലാഹുവിന്റെ യുക്തി ഉണ്ടാവാം.
നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മൾ മണ്ണ് മാന്തി നോക്കുമ്പോ ഏറ്റവും അടി ചെല്ലുമ്പോ വെള്ളമാണ് കാണുന്നത് അല്ലേ? ചില രാജ്യങ്ങളിൽ അതിൽ എണ്ണയാണ് കുഴിച്ചെടുക്കുന്നത്. ആ എണ്ണ കൊണ്ടാണ് ഇന്ധനങ്ങളും മറ്റ് കൽക്കരികളും പെട്രോളിയം ഉൽപ്പന്നങ്ങളും എല്ലാം ഉണ്ടാക്കുന്നത്. അതൊരു രാജ്യത്തിന് അല്ലാഹു ചെയ്ത അനുഗ്രഹമാണ്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തിന് അല്ലാഹു ചെയ്ത അനുഗ്രഹം എന്നത് ഇവിടത്തെ സസ്യലതാദികളാണ്. മറ്റു രാജ്യങ്ങളിൽ കാണാത്ത വൈവിധ്യങ്ങളാണ്. അതിൽ തന്നെ കേരളം എന്നത് വളരെ മശഹൂറാണ്, പ്രസിദ്ധമാണ്, അലങ്കനീയമാണ്, അനുഗ്രഹമാണ്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ രാജ്യത്തിലെ കേരളം എന്നത് അങ്ങ് മദീനയിലും മക്കയിലും വന്ന അതേ ഇൽമിന്റെ പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന ദീനീ പ്രബന്ധാണ്. ദീനിന്റെ പ്രകടമായ മേഖലകളിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കൈവരിച്ചിരിക്കുന്നതാണ് കേരളക്കര. ഓരോ രാജ്യങ്ങൾക്കും വ്യത്യസ്തങ്ങളായ രീതിയിലാണ് അനുഗ്രഹം ചെയ്തിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്തിന്റെ സംവിധാനം എന്നത് മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത സംവിധാനമാണ്. നാവികസേന, വായുസേന, കരസേന, ഇങ്ങനെ എല്ലാ നിലക്കും ഇന്ത്യ രാജ്യത്തിനെ സംരക്ഷിക്കാനുള്ള പട്ടാളങ്ങള് 3 നിലക്കാണ് ഇന്ത്യയെ സംരക്ഷിക്കുന്നതെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ അത്ര പോരാ. രാജഭരണത്തിന് കീഴിലാണ് ഇന്ത്യ രാജ്യം എന്നത്. ഇങ്ങനെ തലയുയർത്തി നിൽക്കുമ്പോൾ 79 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ രാജ്യം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരങ്ങളിലായിരുന്നു. ഇന്ത്യയിലെ വിലപിടിപ്പുള്ള കുരുമുളകുകളും ഏലവും അതുപോലെ തന്നെ ചുക്കും എന്തല്ല എന്ന് വേണ്ട സുഗന്ധവ്യഞ്ജന ദ്രവ്യങ്ങൾ മുഴുവനും ഇന്ത്യ രാജ്യത്ത് നിന്ന് കൊള്ളയടിച്ച് ഈ ഇന്ത്യ രാജ്യത്തുള്ള വിലപിടിപ്പുള്ള മുഴുവൻ വസ്തുക്കളും വൈദേശികൾ വന്ന് ഇന്ത്യ രാജ്യത്ത് നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോകുമ്പോൾ അവരുടെ കുഞ്ചിക്ക് പിടിച്ചിട്ട്, അവരുടെ മൂർധാവിനെ പിടിച്ചിട്ട് ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക, ഇത് മുസ്ലിം നാടാണ്, ഇന്ത്യൻ റിപ്പബ്ലിക് ആണ്, ഇത് ഇന്ത്യ എന്ന മഹാരാജ്യം സ്വതന്ത്ര രാജ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ കുഞ്ചിക്ക് പിടിച്ചവൻ ഇസ്ലാമിന്റെ ഉന്നത തലങ്ങളിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന ചരിത്രങ്ങൾ പരിധി നോക്കുമ്പോൾ നമുക്കറിയാം. ബ്രിട്ടീഷുകാരുടെ കുഞ്ചിക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഇന്ത്യയിൽ നിന്നും ഒരൊറ്റ സാധനം ഇനി കൊണ്ടുപോകാൻ പാടില്ല. ഇതുവരെ കൊണ്ടുപോയതിനെല്ലാം അവിടെ ഒരു അടയാളം വെച്ചിട്ട് ഇന്ത്യ വിട്ടു പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളാണ് ആദ്യമായി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയത്. മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും കാക്കമാർക്ക് അതിനകത്ത് പോയി തലയിടാൻ ഒരു പേടിയില്ല. എന്ത് പ്രശ്നമായാലും ശരി, നാട്ടിലിനി പൗരത്വം അല്ല, ഇല്ല ഭൂമി ഇവിടെ പൊളിഞ്ഞു പോരും എന്ന് പറഞ്ഞാലും കാക്കമാരെല്ലാത്തിനും മുൻപന്തിയിലുണ്ട്. ഇത് ഭയങ്കര ഈമാന്റെ ഒരു ഭാഗമാണ്. ഇന്ത്യ രാജ്യത്തെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഇന്ത്യയുടെ ചരിത്രത്തിന്റെ തലലിപികളാൽ എഴുതി വെച്ചതായ ഭഗത് സിംഗിനെയും അതുപോലെ ഝാൻസി റാണിയുടെയും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും എല്ലാം പേരിന്റെ ഇടയിലൂടെ ഒരു പേരുകൾ നമുക്ക് കാണാറുണ്ടായിരുന്നു. ഷാജഹാനെന്നും ഔറംഗസീബെന്നും ബഹദൂർ ഷാ എന്നും അതാണ് മുഹമ്മദിലെ രണ്ടാമനെന്നും അതുപോലെ തന്നെ അതാ ഒരുപാട് പണ്ഡിതന്മാരുടെ വിളയങ്കോട് മർക്കാദിയുടെയും ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധീരകേസരികളുടെ പണ്ടാണ് പടങ്ങളും അവരുടെ പേരുകളും അവരുടെ ചരിത്രങ്ങളും അവർ നൽകിയ സംഭാവനകളും കുറെ കാലം മുമ്പ് നമുക്ക് നമ്മുടെ പള്ളിക്കൂടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പുസ്തകത്തിലൂടെ നമുക്ക് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ട്. ഇന്ന് നിങ്ങൾ ഓരോ സോഷ്യൽ സാമൂഹ്യ പാഠങ്ങളോ മറ്റ് വിഷയങ്ങളോ എടുത്തു നോക്കിക്കോ, ഇന്ത്യ രാജ്യത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ് ഫാസിസ്റ്റ് ശക്തികൾ.
എവിടെ മുസ്ലിം ഉണ്ടോ അവിടെ എല്ലാം അവന് പണിവെക്കുന്ന നിലക്കാണ് വർത്തമാനകാല ഇന്ത്യയിലെ മുഴുവൻ സാഹചര്യങ്ങളോ. മുസൽമാൻ ചെയ്താൽ അത് തെറ്റ് തന്നെ, മറ്റുള്ളവർക്ക് അതെന്താണ്, അത് അനുവദനീയമായിട്ടുള്ളതാണ്. ഇങ്ങനെ ചെയ്യല്ലേ. ഇന്ത്യ രാജ്യത്തിനും കിട്ടാത്ത സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് എന്താണ് കാവൽ നിൽക്കുകയാണ് ഓരോ വിശ്വാസികളായ മുഅ്മിനീങ്ങളും ചെയ്യേണ്ടത്. കിട്ടിയ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതിരിക്കാൻ ഇന്ത്യ രാജ്യത്തെ ഓരോ മുഅ്മിനിനും ഓരോ മുഅ്മിനായ മനുഷ്യനും അവന്റെ കിട്ടിയ സ്വാതന്ത്ര്യത്തിന് കാവലിരിക്കേണ്ട സമയമാണ്. എങ്ങനെയാണ് പണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരു പള്ളി തകർക്കില്ലായിരുന്നു, ഒരു അമ്പലത്തിന്റെയോ ഒരു ക്രൈസ്തവ ദേവാലയത്തിന്റെയോ മുറ്റത്ത് പോയി ഒരു പിടി മണ്ണെടുക്കാൻ പേടിയായിരുന്നു, ബഹുമാനമുണ്ടായിരുന്നു, ആദരവുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. മുസൽമാന്റെ പള്ളികളും തൈക്കാവുകളും അതിന്റെ ഖബർസ്ഥാനുകളും ആരായ പേര് പറിക്കാൻ വേണ്ടി തന്നെ ഒരു വിഭാഗം ഇറങ്ങിയിരിക്കുമ്പോൾ, ഇന്ത്യയിലെ ബാബരി മസ്ജിദ് തകർന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു അതൊരു പള്ളിയല്ലേ, അത് പോയിക്കോട്ടെ. പിന്നെയും പള്ളികൾ പൊളിക്കപ്പെട്ടപ്പോൾ മനസ്സിലായി ഇതെന്തുകൊണ്ടാണ്. ഇതവരുടെ വിഗ്രഹങ്ങളോടുള്ള സ്നേഹമല്ല, അവരുടെ ദൈവത്തിനോടുള്ള സ്നേഹമല്ല, ഈ പരിശുദ്ധമായ ഇസ്ലാമിനോടുള്ള വെറുപ്പാണ്. ഇസ്ലാമിനോടുള്ള വെറുപ്പാണ് ലോകത്ത് ഇങ്ങനെ വ്യാപിച്ച് വരുന്നത്. എപ്പോഴും പറയും, എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ്, ഒരു കുറ്റം ചെയ്തത് കൊണ്ടല്ല, ഞാനൊരു കള്ളനായത് കൊണ്ടല്ല, ഞാനൊരു അക്രമിയായത് കൊണ്ടല്ല, എന്റെ താടിയോടുള്ള ഞാൻ പ്രതിദാനം ചെയ്യുന്ന എന്റെ വെള്ള വസ്ത്രങ്ങളോടുള്ള വിരോധമാണ്, എന്റെ താടിയോടുള്ള വിരോധമാണ്, എന്റെ തൊപ്പിയോടുള്ള വിരോധമാണ്, ഞാൻ പ്രതിദാനം ചെയ്തുകൊണ്ട് ഞാൻ അച്ഛനേരം നിസ്കരിക്കുന്ന പള്ളിയോടുള്ള വിരോധമാണ്, അല്ലാതെ ആശ്രമാദിനിയോടുള്ള വിരോധമല്ല എന്ന് ലോകത്തോടോ മനുഷ്യൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അന്നെല്ലാം നമ്മളാരും അത് ശ്രദ്ധിച്ചില്ല. അനുഭവത്തിൽ വന്നപ്പോൾ നാളെ ആ പള്ളിയാണെങ്കിൽ ഒരു ദിവസം ഈ പള്ളിയുടെ നാരായ പേടിക്കൊണ്ട് ഫാസിസ്റ്റ് ശക്തികൾ ഈ പള്ളിയുടെ മുറ്റത്തും വരുന്നതാണ്. ഫാസിസ്റ്റ് ശക്തികൾ വരുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഒരു പാരമ്പര്യമുണ്ട്. മൗലാന നമ്മുടെ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, 1000 വർഷം കുറുനരിയെ പോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് 100 വർഷം കുറുനരിയേക്കാൾ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരൊറ്റ ദിവസം സിംഹമായി ജീവിക്കുന്നതാണ്. ധീരനായി ജീവിക്കണേ, ഭീരുവായി ജീവിക്കല്ലേ. നബി തങ്ങൾ പറഞ്ഞു, ധീരനായ മുഅ്മിനാണ്, എന്താണ് ളൈഫായ ദുർബലനായ പേടിത്തൊണ്ടനായ മുഅ്മിനിനേക്കാൾ ഏറ്റവും ഖൈറായവൻ ധീരനായ മുഅ്മിനാണ് നബി മുഹമ്മദ് മുസ്തഫ. മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ ധീരനായിരിക്കണം. ഖുലഫാഉർ റാഷിദുകൾ അതിന് മാതൃകയാണ്. അവരുടെ പേര് പ്രതിപാദിക്കാത്ത ഒരൊറ്റ ജുമാ നിസ്കാരം ലോകത്ത് നടക്കുന്നില്ല. മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് നബി തങ്ങൾ വഫാത്തായപ്പോൾ ഉമർ തങ്ങളുടെ സമനില വിട്ടുപോയി. ധീരകേസരിയായ ഉമർ വളയനാട് ഉറയിൽ കിടന്ന വാൾ പിടിച്ചിട്ട് പറഞ്ഞു, ഒരുത്തനും പറഞ്ഞു പോകരുത് മുഹമ്മദ് മരണപ്പെട്ടു എന്ന്, മുഹമ്മദ് വഫാത്തായി എന്ന് പറയരുത്, പറയുന്നവരുടെ കഴുത്ത് ഞാൻ അറിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ രംഗം കൈകാര്യം ചെയ്യാൻ പ്രയാസപ്പെട്ടപ്പോൾ ആ സമയത്ത് ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് മരണപ്പെട്ടോ, എന്നാൽ ഞങ്ങൾ ഇനി നിസ്കരിക്കൂല, മുഹമ്മദ് മരണപ്പെട്ടോ, എന്നാൽ ഞങ്ങൾ ഇനി സക്കാത്ത് കൊടുക്കൂല, മുഹമ്മദ് മരണപ്പെട്ടോ, എന്നാൽ ഞങ്ങൾ ഇനി ഇസ്ലാമിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹാബികൾ കൂട്ടത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ്
റളിയല്ലാഹു അൻഹു ധീരമായ സദസ്സിനെ ഏറ്റെടുത്തിട്ട് എല്ലാവരോടും പറഞ്ഞു, എല്ലാവരോടുമായി അബൂബക്കറിന് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ആരാധിച്ചിരുന്നത് മുഹമ്മദിനെയാണെങ്കിൽ മുഹമ്മദ് മരിച്ചിരിക്കുന്നു. നിങ്ങൾ ആരാധിച്ചിരിക്കുന്നത് അല്ലാഹുവിനെയാണെങ്കിൽ അല്ലാഹു തആല ലാ ഹയ്യുൻ വലാ യമൂത്ത്, ഒരിക്കലും മരണമില്ലാത്ത അല്ലാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ജനങ്ങളും നബിതങ്ങളും വഫാത്തായി കഴിഞ്ഞപ്പോൾ സഹാബികൾ അന്യചിഹ്നമായി അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശം വർത്താനോ ഒരു നേതാവില്ലല്ലോ. ഈ ഒരു അവസ്ഥയിൽ ഉമർ തങ്ങളുടെ സകലമായ കൺട്രോളും പോയി. കിടന്ന വാളൂരിട്ട് പറഞ്ഞു, മുഹമ്മദ് വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ കഴുത്ത് ഞാൻ എടുക്കും. അബൂബക്കർ തങ്ങൾ വളരെ ഭക്തിയോടെ വളരെ ശാന്തമായി, എന്നാൽ ധീരത തന്നെ കൈവിടാതെ ആ രംഗത്തുള്ള സമയത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളെയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാവരെയും ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? എന്നാൽ അല്ലാഹു തആല ഹയ്യുൻ ലാ യമൂതു, എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല. മുഹമ്മദിനെയാണോ നിങ്ങൾ ആരാധിച്ചിരുന്നത്? എന്നാൽ ഫഖദ് മാത, മുഹമ്മദ് മരിച്ചിരിക്കുന്നു, അതൊരു സാധാരണ മനുഷ്യനാണ്. ഏതൊരവസ്ഥയിലും മുസൽമാൻ എന്നത് ധീരനാണ്. ഹൃദയം കൊണ്ട് എല്ലാ നിലയിലും അവൻ പരാജയപ്പെട്ടാലും ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള ഈമാനുണ്ടല്ലോ, ആ പാറ പോലെയുള്ള ഈമാനിനൊരു കോട്ടം തട്ടാൻ ഒരു വിശ്വാസി അനുവദിക്കുന്നതല്ല. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നല്ലതുപോലെ ആഘോഷിക്കാനും അതിന്റെ എല്ലാ നിയമങ്ങൾ പാലിക്കുവാനും ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അത് നിലനിർത്തുവാനും ലോകവിശ്വാസികൾക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ത്യ രാജ്യത്തെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരെയും അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا سيدنا يا ملك الجبار يا رحمن. സ്ഥലം വാങ്ങുന്നതിലേക്ക് 52,500 രൂപ തന്ന സഹോദരൻ അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനേ. അവരുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവരാണെങ്കിൽ അവരുടെ കബറിടങ്ങൾ നീ സ്വർഗ്ഗമാക്കണം അല്ലാഹ്. എവിടെ വിശ്രമം കൊള്ളുന്ന ഖബർ നീ സ്വീകരിക്കണേ റഹ്മാനേ. സ്വർഗീയ കവാടങ്ങൾ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. സ്വർഗീയ വാതിലുകൾ ഖബറിലേക്ക് തുറന്നു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ കുട്ടിയുടെ പഠനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാഹ്. പഠിക്കാനുള്ള ഓർമ്മ ശക്തി കൊടുക്കണേ അല്ലാഹ്. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. കുടുംബത്തെ അനുഗ്രഹിക്കണേ റഹ്മാനേ. അല്ലാഹുവേ പഠിച്ചവനെ മരണപ്പെട്ടു പോയ സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. ആ സഹോദരന് നീ പൊറുക്കണേ അല്ലാഹ്. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനേ. മരണപ്പെട്ടു പോയ മാതാക്കൾ പിതാക്കൾ അവരെല്ലാവരെയും നീ സ്വീകരിക്കണം അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി 5000 രൂപ അല്ലാഹുവേ മക്കൾ ചെയ്യുന്ന സദഖയാണ്. ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ സയ്യിദുൽ അയ്യാമിലുള്ള ഈ സദഖ സ്വീകരിക്കണം അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും ഒരണുവിടെ പോലും എന്താണ് വ്യത്യാസമില്ലാതെ അവരുടെ ഖബറിലേക്ക് എത്തുമെന്ന് നിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് മക്കൾ ചെയ്യുന്ന സദഖകൾ സ്വീകരിക്കണേ റബ്ബേ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്. അല്ലാഹു അവരുടെ നന്മയുടെ കിതാബ് കയ്യിൽ കൊടുക്കണേ റഹ്മാനേ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു സഹോദരൻ 5000 രൂപ സ്ഥലം വാങ്ങുന്നതിലേക്ക് പൊറുക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. മക്കളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. കുടുംബജീവിതം സന്തോഷത്തിലാക്കണം അല്ലാഹ്. ബിസിനസ്സിൽ ബറക്കത്ത് ചൊരിയണം അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പഠിച്ചവനെ അവനെ
ഞങ്ങളെയും നിന്റെ ഹബീബിന്റെ ചാരത്തണയുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണം അല്ലാഹ്. ഒരു സഹോദരൻ ഒരു സെന്റ് സ്ഥലം തന്നിരിക്കുന്നു. കാരുണ്യവാനായ റഹ്മാനെ, കരുണാനിധിയായ കരുണാവാരിധിയായ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം കൊടുക്കുന്നവനെ അല്ലാഹ്. അല്ലാഹുവേ, നീയാണല്ലോ റബ്ബേ എല്ലാം അറിയുന്നവൻ. നീ തന്നെ അറിഞ്ഞ് സ്വീകരിക്കണേ റബ്ബേ. രോഗങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്, പ്രയാസങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്, മുസീബത്തുകളെ തൊട്ട് കാക്കണം അല്ലാഹ്, അപകടങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്. സ്ഥലം വാങ്ങുന്നതിലേക്ക് മറ്റൊരു സഹോദരൻ ഒരു സെന്റ് സ്വീകരിക്കണേ റബ്ബേ. ഇതിന്റെ എല്ലാം മരണമായ പ്രതിഫലം കൊടുക്കുന്നവനും വാങ്ങുന്നവനും എല്ലാം നീയാണ്. നീ സ്വീകരിക്കണേ റബ്ബേ. നീ കബൂലാക്കണേ അല്ലാഹ്. മുറാദുകൾ അറിയുന്നവനെ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മറ്റൊരു സഹോദരൻ 10,000 രൂപ എല്ലാം നീ സ്വീകരിക്കണം അല്ലാഹ്. ഏതെങ്കിലും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുവെങ്കിൽ ഈ സദഖയുടെ മഹത്വം കൊണ്ട് നീ സലാമത്താക്കണം അല്ലാഹ്. ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങൾ ആരെയും നീ പാഴാക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ സദഖകൾ സ്വീകരിക്കണം അല്ലാഹ്. ബക്കറ്റ് പിരിവിൽ പൈസ ഇടുന്നവരെ സ്വീകരിക്കണേ അല്ലാഹ്. ഉസ്താദുമാർക്ക് ഭക്ഷണം തരുന്നവരെ സ്വീകരിക്കണം അല്ലാഹ്. ജീവിത വിഭവങ്ങൾ തന്ന് സഹായിക്കുന്നവരെ നീ സ്വീകരിക്കണം അല്ലാഹ്. അവിടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം അല്ലാഹ്.